നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടക ഗുണ്ടൽപേട്ടിൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരനെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കനത്ത കാറ്റിൽ കൂറ്റൻ ആൽമരം കടപുഴകി വീണ് എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം തകർന്നു. എടമുട്ടം തെക്കേ കഴിമ്പ്രത്ത് ബൈക്ക് കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. കർണാടക ഗുണ്ടൽപേട്ടിൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരനെ കൊള്ളയടിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി ഐനിച്ചുവട് സ്വദേശി വെട്ടിയാട്ടിൽ കുഞ്ഞാണ്ടി എന്ന സനലാണ് അറസ്റ്റിലായത്. 2012 ജൂലൈ 20 ഗുണ്ടൽപേട്ടിൽ വെച്ച് കർണാടക ട്രാൻസ്പോർട്ടിന്റെ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരനായ കോഴിക്കോട് പള്ളിക്കര മുഹമ്മദ് എന്നയാളിൽ നിന്നും 5,60,000 രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഈ കേസിൽ സംഭവത്തിന്റെ 2 ദിവസത്തിന് ശേഷം കയ്പമംഗലം സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ പ്രധാന പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കർണാടക കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ഇയാളെ ചന്ദ്രാപിന്നിയിലെ വീട്ടുപരിസരത്ത് നിന്നും മതിലകം SI D മിഥുനും പോലീസുകാരായ ജയ്സൺ, അഷറഫ്, ഉമേഷ്, പ്രസാദ്, ഹബീബ് എന്നിവർ ചേർന്നാണ് ഓടിച്ചിട്ട് പിടികൂടിയത്. അടിപിടിയും തട്ടിപ്പറിയും ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ കുഞ്ഞാണ്ടി. അറസ്റ്റ് രേഖപ്പെടുത്തിയ കുഞ്ഞാണ്ടിയെ കർണാടക പോലീസിന് കൈമാറി. കനത്ത കാറ്റിൽ കൂറ്റൻ ആൽമരം കടപുഴകി വീണ് എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം തകർന്നു. ശനിയാഴ്ച വൈകിട്ട് 5:20ഓടെയാണ് സംഭവം. കനത്ത കാറ്റിൽ 500-ലേറെ വർഷം പഴക്കമുള്ള ആൽമരം കടപുഴകി ക്ഷേത്രത്തിന് മുകളിൽ വീഴുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി, കിഴക്ക്, തെക്ക് ഭാഗത്തെ ചുറ്റമ്പലം, ആൽത്തറ, മതിൽ, ദീപസ്തംഭം എന്നിവ തകർന്നിട്ടുണ്ട്. 5:30ഓടെ ക്ഷേത്രം ജീവനക്കാർ എത്തിയപ്പോഴാണ് ആൽമരം കടപുഴകിയത് കണ്ടത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. തൃപ്രയാറിൽ വാഹനാപകടത്തിൽ മരിച്ച തളിക്കുളം സ്വദേശി തെരുവത്ത് റഫീഖ്, നാട്ടിക സ്വദേശി കറുപ്പം വീട്ടിൽ സലാം എന്നിവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം നൽകി. ഗീതാഗോപി MLA ആണ് ധനസഹായം വീടുകളിൽ നേരിട്ടെത്തി കൈമാറിയത്. ഡെപ്യൂട്ടി തഹസിൽദാർ MB ജയകൃഷ്ണബാബു, ജനപ്രതിനിധികളായ K ദിലീപ് കുമാർ, CM നൌഷാദ്, ഷീബ പ്രമോദ് എന്നിവർ തളിക്കുളത്തെ ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം നാട്ടിക നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ധനസഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് കൃത്യമായി ഞങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ ഇവിടെ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെടുത്തി അപേക്ഷകൾ സ്വീകരിച്ച് അത് കൃത്യസമയത്തിന് സെക്രട്ടേറിയറ്റിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഓഫീസിൽ എത്തിച്ച് അതിന്റെ നടപടികളും പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ നിന്ന് താലൂക്ക് തഹസിൽദാരുടെ ഓഫീസ് വഴി ഈ സംവിധാനം, ഈ ധനസഹായം നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴാണ് ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ യഥാർത്ഥ മാർഗരേഖ ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കും വരുന്നത്. ഞാൻ ഇന്നലെ രാവിലെ മുതൽ ചോദ്യോത്തര വേളയിൽ ഈ ധനസഹായ വിതരണത്തിന് വേണ്ടി അപേക്ഷ നൽകുന്ന അമ്മമാരുടെ ഫോം സൈൻ ചെയ്യുകയാണ്. കാരണം 560 അപേക്ഷാ ഫോമുകളാണ് ഇത്തവണ എനിക്ക് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ഷെരീഫ് മാസ്റ്റർ, സൈന ദിലീപ്, മല്ലിക ദേവൻ, ഡെപ്യൂട്ടി തഹസിൽദാർ MB ജയകൃഷ്ണബാബു തുടങ്ങിയവർ സംസാരിച്ചു. 23 പേർക്കായി ആകെ 52,500 രൂപയാണ് വിതരണം ചെയ്തത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ദേശീയ സാമൂഹ്യക്ഷേമ ഫണ്ടിൽ നിന്ന് 10,000 രൂപ വീതം 4 പേർക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. DYFI നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു. DYFI ജില്ലാ ട്രഷറർ PB അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. 15 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ മജ്ജക്കകത്തും മാംസത്തിനകത്തും വെറുതെ ചോരയോടി കളിക്കുന്ന ഒരു ജീവി മാത്രമല്ല,
സമൂഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം. നമുക്കറിയാം, 1980-ലാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ രൂപം കൊള്ളുന്നു. പിന്നിട്ട 33 വർഷങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സമൂഹത്തിന്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും ഡിവൈഎഫ്ഐ സജീവ സാന്നിധ്യമായിരിക്കുന്നത് കാണാം. അഡ്വക്കേറ്റ് MJ പ്രേംജിത്ത് അധ്യക്ഷനായി. NR ഖാൻ ജൂലിയറ്റ്, PA സഗീർ, TK ദേവദാസ്, MK മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.